ഹായ് എവ്രി വൺ, ഞാൻ അപർണ വിവേക്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു 2-2.5 വർഷം മുന്നേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അധികം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് വീഡിയോസ് ഒക്കെ വരുന്നു. സോ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ മേക്കപ്പ് എങ്ങനെയുണ്ട്? ഒരു സിമ്പിൾ എന്നാൽ അത്യാവശ്യം ഒരു ഫെസ്റ്റീവ് ലുക്ക് അല്ലേ? സോ നമുക്ക് ഞാൻ എങ്ങനെയാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യണം. എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയാലോ? ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഒരു ടവൽ വെച്ചിട്ട് അത് ഒപ്പിയെടുക്കുക. അടുത്തത് ഒരു ലിപ് ബാം എടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഞാനിപ്പോൾ ഡാസ്ലറിന്റെ ആണ് എടുത്തിരിക്കണേ. എന്നിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ മേക്കപ്പ് ടുവേർഡ്സ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മുടെ ലിപ്സിൽ എന്തെങ്കിലും ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ലിപ് ബാം അതൊന്ന് നറിഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി വെക്കും. ലിപ് പ്രെപ്പ് ചെയ്ത് വെച്ചു. ഇനി മോയ്സ്ചറൈസർ ചെയ്യണം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സെറ്റാഫിലിന്റെ ആണ്. ഇപ്പൊ കുറച്ച് റീസെന്റ് ആയിട്ട് കുറച്ച് എനിക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരു ശകലം എടുക്കുക. ഓക്കെ, നന്നായിട്ട് കയ്യിൽ തന്നെ റബ് ചെയ്യുക. അപ്പൊ ആ ഒരു വാംത്ത് ഉണ്ടാവും ആൻഡ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രോഡക്ട്സും നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈമർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈമറാണ് ശരിക്കും നമ്മുടെ ആ മേക്കപ്പിനുള്ള ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അൺഈവൻ നമ്മൾക്ക് കുഴുവോ അൺഈവൻ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു പെർഫെക്റ്റ് മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഫിറ്റ്മി മെബിലിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് തിരനായി, ബിക്കോസ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് മെയിനായിട്ട് നമ്മുടെ ടി ഏരിയ എന്ന് പറയും, അതായത് നമുക്ക് സ്വെറ്റ്സ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഇടുക. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരുതേ. ഒരു ഏരിയ നമ്മൾ കറക്റ്റ് എങ്ങനെയാണോ അതിന് മുകളിലേക്ക് ഇങ്ങനെ തൂത്തെടുക്കുക. നമുക്ക് ഒരു 40-50 സെക്കൻഡ്സ് നമുക്കിത് ഒന്ന് സ്കിന്നിൽ വിട്ടേക്കാം. ഓക്കെ, സോ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ആ ഒരു ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യട്ടെ. അടുത്ത് നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ്, കണ്ണിൻ്റെ അവിടെ കുറച്ചൊരു ഡാർക്ക്നെസ് ഉള്ള ഒരു കൺസീലർ ഞാൻ എടുത്തിരിക്കുന്ന മെബിലിൻ്റെ ആണ്. കുറച്ച് യൂസ് ചെയ്തെന്ന് എനിക്ക് എൻ്റെ കോഡ് എക്സാക്ട്ലി അറിയില്ല. നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത്, എസ്പെഷ്യലി നമ്മുടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ കളേഴ്സ് ഉണ്ടാവും. നോസിൻ്റെ അവിടെ, കണ്ണിൻ്റെ അവിടെ, അതും അധികം വേണ്ട, എനിക്ക് അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. ഉള്ള ഏരിയയിൽ മാത്രം ഓക്കെ. അപ്പം എൻ്റെ നെക്കിൽ ശരിക്കും തൈറോയിഡ് ഉള്ളത് കൊണ്ട് തന്നെ PCOD ആൻഡ് തൈറോയിഡ് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. സോ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഞാൻ കളർ കറക്റ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കൺസീലർ വെച്ചിട്ട് തന്നെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഞാൻ എടുക്കാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യാം, ബ്രഷസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഏതാണോ നിങ്ങൾ കംഫർട്ടബിൾ എന്നുള്ളത്. ഞാനൊരു ഫ്ലഫി കൺസീലർ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അതായത് അത്യാവശ്യം നല്ല ഫ്ലഫി ചെറിയൊരു ആംഗിളാണ്. ദാറ്റ് ആംഗിൾ വിൽ ഹെൽപ്പ് ഈ പ്രോഡക്റ്റ് എല്ലാ സ്ഥലത്തും മൂക്കിൻ കോർണറിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
എക്സ്ട്രാ പ്രോഡക്റ്റ് ഉള്ളത് നമ്മുടെ ഐലിഡിലും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ ചിലർക്ക് എക്സാക്ട് മാച്ച് കിട്ടും, ചിലർക്ക് മിക്സ് ചെയ്തിട്ടായിരിക്കും. സോ ഞാൻ ഇനീഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ സ്റ്റേ 24 hours മെബ്ലിന്റെ ആയിരുന്നു. സോ റീസെന്റ് ഞാൻ സ്വിസ് ബ്യൂട്ടീന്റെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് അൺബോക്സിംഗിൽ അത് കാണിക്കുകയും ചെയ്തു. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ കുറച്ച് പ്രോഡക്റ്റ് കയ്യിലെടുത്തു. വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് എനിക്ക് ആ ഒരു ലൈറ്റ് എഫക്റ്റ് മതി. ഇതിന്റെ സ്മെല്ല് സോ ഗുഡ്. ഇന്ന് ഞാൻ അൺബോക്സിങ്ങിൽ ഇത് ഇട്ടിട്ടും ഞാനത് പറഞ്ഞായിരുന്നു. വളരെ കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. ആദ്യമേ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഇങ്ങനെ ആവശ്യമുള്ള ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇട്ടാൽ ഒരുപാട് ഹെവി നമ്മൾ എന്തോ പ്രോഡക്ട്സ് വാരി മുഖത്ത് ഇട്ടതുപോലത്തെ ഒരു ഫീല് വരില്ല. ആൻഡ് എസ്പെഷ്യലി കണ്ണിൻ്റെ കോർണേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തിടുമ്പോഴും നമ്മുടെ ഫേസിൽ ഇടുന്നത് നമ്മൾ കഴുത്തിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫൗണ്ടേഷനും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, സോ ഇനിയുള്ളത് നമ്മൾ കൺസീലർ നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇട്ട ഈ പ്രോഡക്ട്സിനെ നമുക്ക് ഫേസിലേക്ക് സെറ്റ് ചെയ്യണം അല്ലേ. അതായത് സ്വെറ്റ് ചെയ്യുമ്പോഴൊന്നും അത് മാറിപ്പോകാണ്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒന്നുകിൽ ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് ആദ്യം ഫുൾ ഇതാക്കാം, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ട് ലൂസ് പൗഡർ, ഇതും മെബ്ലിൻ്റെ തന്നെയാണ്. സോ ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്, മെബ്ലിൻ്റെ. സോ അതിനുള്ളൊരു ഫ്ലഫി ബ്രഷ് എടുക്കുക, പൗഡർ ബ്രഷ്. അതെപ്പോഴും പ്രോഡക്റ്റ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തട്ടിയാൽ എക്സസ് കളയണം. ഓക്കെ, സോ ഫസ്റ്റ് ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗമാണ്, കാരണം അതുപോലെ കഴുത്തിലും അപ്ലൈ ചെയ്യുക. നമ്മൾ മുഖത്തിട്ട പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ സെയിം വേ പൗഡറും അപ്ലൈ ചെയ്യുക. സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കോൺടോർ ചെയ്ത് ബ്ലഷൊക്കെ ഇടാം. പക്ഷെ ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. സോ ഒരു ലൈക്ക് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കാൻ. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് നാച്ചുറലി ഇവിടെ ഒരു ബോണിൻ്റെ ഒരു കട്ട് ഉണ്ടാവും. ഓക്കെ, കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടാണ്. സോ നമ്മളത് താഴ്ത്തിയാൽ വീണ്ടും അത് മുകളിൽ ഒരുപാട് ചപ്പിയായിട്ട് തോന്നും. അപ്പോൾ എപ്പോഴും അതിൻ്റെ മേലേക്കാണ് നമ്മൾ കോൺടോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരു ലൈറ്റ് ഒറ്റൊരു വര കൊടുത്തു അതിൻ്റെ മേലെ. ഓക്കെ, ആൻഡ് എപ്പോഴും മുകളിലോട്ട് മാത്രമേ നമ്മൾ ബ്രഷ് ചെയ്യാവുള്ളൂ. താഴോട്ടാക്കിയാൽ സാഗ് ചെയ്തതുപോലെ ഇരിക്കും. നമ്മൾ ഇട്ട പ്രോഡക്റ്റിനെ നമ്മൾ മേലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, സി ഈ സൈഡ് കണ്ടോ, കുറച്ച് നല്ല ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ അങ്ങനെ സാഗിയായിട്ട് അല്ലെങ്കിൽ ചബിയായിട്ടിരിക്കുന്നു. എൻ്റെ ഫേസ് അത്യാവശ്യം നല്ലോണം ഒതുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചിൻ അത്യാവശ്യം ഞാൻ ആക്കിയാലും വലിയ ഡബിൾ ചിൻ ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു കട്ടിങ് കുറച്ചും കൂടെ, അത് ഈ ഒരു പോർഷൻ കണ്ടോ കുറച്ചൊരു ഹെവിനെസ് ആണ്. സെയിം ചെവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. അതായത് നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകണ്ട, എന്നിട്ടത് താഴേക്കാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, ഒരിക്കലും മുകളിലോട്ട് കൊണ്ടുവരരുത്. നമ്മൾ ആ വരയിൽ നിന്ന് താഴേക്കാക്കുക. സി ഇവിടെ ഒരു കറക്റ്റ് കട്ടിങ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ ചെവീൻ്റെ ഇതെന്ന് കാണാം. നമുക്ക് ഇവിടെ ഇത്രയും ഇവിടെ നിന്നാണ് ഇത് പോകേണ്ടത്. സോ ആ ചെവീൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനൊരു വര വരച്ചു. ഈ പോർഷൻ നമ്മൾ താഴേക്ക് ബ്ലെൻഡ് ചെയ്യാം. സി ആ ഷേപ്പ് കറക്റ്റ് വന്നു കണ്ടോ.
കോണ്ടോറിങ് പാർട്ട്. ഇനി നോസും കൂടെ ഉണ്ട്. നോസ് ഞാൻ വലുതായിട്ട് ചെയ്യുന്നില്ല. അഗൈൻ ഒരു ശകലം എടുത്ത് ഓക്കെ. സോ കോണ്ടോറിങ് പാർട്ട് ഇസ് ഡൺ. കോണ്ടോറിങ് പാർട്ട് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഐബ്രോസ് ചെയ്യാം. സോ ഞാനിവിടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്രോ ഡിഫൈൻ എന്ന് പറയുന്നതാണ് എടുത്തിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ താഴേക്ക് ഐബ്രോസിനെ ഈ അതിൻ്റെ ഒരു സ്പാച്ചുല തന്നിട്ടുണ്ട്, അതിൻ്റെ ബാക്കിൽ തന്നെ അത് വെച്ചിട്ട് നമ്മൾ താഴേക്ക് ചെയ്യുക. താഴേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഗ്യാപ്സ്, എവിടെയാണ് നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം. എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നാച്ചുറലി തിക്കാണ്. സോ ഇവിടെ എനിക്കൊരു ചെറിയ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ ഡു വൺ തിങ്, ഇവിടെയാണ് എൻ്റെ ഒരു ഹൈ പോയിന്റ് എനിക്ക് വേണം എന്നുള്ളത്. സോ ഞാൻ ആ ഗ്യാപ്പ് ഒന്ന് ആ ഹൈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒന്നും എനിക്ക് ശരിക്കും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുക്കുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ലായിക്കോട്ടെ. സോ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഹെയറിനെ തിരിച്ച് മേലേക്ക് കോതുക. എന്നിട്ട് താഴത്തെ നമുക്ക് ഗ്യാപ്പ് ഉള്ളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ മുകളിലത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. സോ താഴത്തെ ഇങ്ങനെ മേലേക്ക് ആക്കുക. ആൻഡ് ഒരിക്കലും ഫ്രണ്ട് ഈ ഏരിയാസ്, നമ്മുടെ ഈ ഏരിയാസ് ഡാർക്കൻ ആക്കരുത്. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഹെയർ ലൈൻ എവിടെയാണോ അവിടെ ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ആക്കുക. സോ ആൻഡ് ഇവിടെയും അതുപോലെ തന്നെ ഇനി ഈ വീണ്ടും ബ്രഷിൻ്റെ പാർട്ട് എടുത്തിട്ട് നന്നായിട്ട് ചീകി അതിനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ചീകി ബ്ലെൻഡ് ചെയ്യാം. സോ എന്ത് ചെയ്യും, നമുക്ക് നല്ല ഒരു, ഇപ്പം എൻ്റെ ഷേപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഐ ഷാഡോ ഇടുന്നതിന് മുന്നേ നമുക്കൊന്നും കൂടെ കുറച്ചൊരു ഐബ്രോസിൻ്റെ ഒരു കറക്റ്റ് ഡിഫൈനിങ് കൊടുക്കണം. സോ അതിനെന്ത് ചെയ്യാം, ഒരു ചെറിയ ഇതുപോലത്തെ ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ലൈനായിട്ട് അതിനെ വരച്ച് അതിൻ്റെ കറക്റ്റ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യും താഴേക്ക്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പിനെ നമ്മൾ ഡിഫൈൻഡ് ആക്കി കാണിക്കാം. ഇതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഇതിൽ നമുക്ക് ആ ശരിക്കും ആ ബ്രൗസിൻ്റെ റേസ് നമുക്കറിയാം. സോ രണ്ട് ബ്രൗസും നമ്മളത് ചെയ്തു. ഇനി എന്താ, നമുക്കൊരു ഷെയ്ഡ് എടുത്ത് നമുക്ക് ഐ ലിഡിൻ്റെ ആ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. സോ ഞാൻ ചെറുതായിട്ട് പ്രൊഡക്റ്റ് എടുക്കാം. നമ്മുടെ ഐ ലിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ആദ്യം ഇങ്ങനൊരു വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് മാർക്കിങ് എടുക്കാം. ഓക്കെ, സി ഹാഷ് ലൈൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യണം. സോ അതിന് കുറച്ചുകൂടെ ലൈറ്റേഴ്സ് ആയിട്ടുള്ള കളേഴ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഷിമ്മറുള്ള ഒരു പിങ്കാണ് എടുത്തത്. ഓക്കെ, മുകളിലത്തെ ഹാഷ് ലൈൻസ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എഡ്ജസ് കുറച്ച് ഇതാക്കാനാക്കാം. സോ
ഓക്കെ. സോ ആ എൻഡ് കോർണർ മാത്രമാണ് നമ്മളത് ചെയ്തത്. സോ അപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്യാം. നമ്മൾ രണ്ട് സൈഡിലും ഒരേപോലെ കോർണേഴ്സ് നമ്മൾ ലൈൻ കുറച്ച് ഡാർക്കനാക്കിയിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇന്ന കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു ചെറുതായി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ എടുത്തതിൻ്റെ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയ നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല, മറ്റേതിൻ്റെ കൂടെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കയറ്റാം. നമുക്ക് ലൈനർ എഴുതുന്നതിന് മുന്നേ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ലെഡിൽ ഒന്ന് ഇതാക്കാം. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മുകളിൽ ഐ ഷാഡോ കണ്ണെഴുതിയാൽ മതി. ബിക്കോസ് എന്തായാലും നമ്മളൊരു ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ആ ലെഡിൻ്റെ ഏരിയ നമ്മൾ ഡാർക്കനാക്കുന്നുണ്ട്. സോ സെയിം തന്നെ നമുക്ക് താഴെയും കൂടെ ചെയ്യാം. ഇത് നമ്മുടെ ലൈനർ. അടുത്തത് ലൈനർ. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ ആൻഡ് ജെൽ ലൈനറിൻ്റെ ഒന്നിച്ചുള്ള കോംബോ. ഇത് ഐ ലൈനർ, ജെൽ ലൈനർ ആൻഡ് ഇവിടെ ഒരു ഐബ്രോസിനുള്ള. ഞാൻ ഐബ്രോസ് ഓൾറെഡി ചെയ്തുകൊണ്ട് നമ്മൾ ജെൽ ലൈനറാണ് എടുക്കുന്നത്. സോ ഇത് നല്ല സ്മൂത്തായിട്ടുള്ള ഫോമിലാണ് ഇരിക്കുന്നത്. സോ കുറച്ച് ഞാൻ എടുത്തിട്ട് എൻ്റെ ക്യാപ്പിൻ്റെ ബാക്കിൽ തന്നെ വെച്ചിട്ട് ആവശ്യത്തിനാണ് നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു വാല് വരയ്ക്കാം. ഫെസ്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വാലൊക്കെ വരയ്ക്കാം. ഓക്കെ. എന്നിട്ട് എപ്പോഴും നമ്മൾ അതിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വലിക്കാൻ ശ്രമിച്ചാൽ കറക്റ്റ് വരും. കണ്ടോ? അത്യാവശ്യം നല്ലൊരു വിങ്സ്. അടുത്ത് നമുക്ക് എഡ്ജ് വരയ്ക്കാം. അത് കുറച്ച് കണ്ണിന് നമുക്ക് ലെങ്തിയറായിട്ട് തോന്നിക്കാനാണ്. സോ ഞാൻ അത് വെച്ചിട്ട് തന്നെ താഴെയും കൂടി ജസ്റ്റ് ഒന്ന് ഡാർക്കനാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ കണ്ണിൻ്റെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ മസ്കാര. ഓക്കെ. സോ ലൈറ്റായിട്ട്, വലിയ ഹെവി ആയിട്ട് ലുക്ക് വേണ്ട. സോ ലൈറ്റായിട്ട് അയ്യോ നടക്കും. സോ ഐ ലുക്ക് ഈസ് ഡൺ. അടുത്ത് നമ്മുടെ ലിപ്പ്. സോ ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്പ് ലൈനറാണ് എടുത്തത്. കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡാണ്. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാം. ലൈനർ വെച്ച് തന്നെ ഒന്ന് ലിപ്പ് ഫിൽ ചെയ്യാം. അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലൈനർ വെച്ച് ലിപ്പ് ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി സ്റ്റേ ചെയ്യുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ലിപ്പിൻ്റെ സ്കിന്നിന് എന്തെങ്കിലും കളർ ടോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പം അത് ഈക്വലി ഒരേ കളറാവും. സോ ഇവിടെ ഞാൻ ലിപ്സ്റ്റിക്കും ഡാസ്ലറിൻ്റെ തന്നെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കളേഴ്സാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇത് പുതിയ ഫ്രഷ് പാക്കാണ്.
നൈസ് കളർ. നമ്മുടെ ഒരുപാട് എന്താ പറയുക, ഫെയർ അല്ലാത്ത ഒരു മീഡിയം കംപ്ലക്ഷൻ ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ടുണ്ടാവും. നല്ല ക്രീമിയാണ്. ഇത് കാണാമോ? എക്സാക്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു കളർ. സോ ഫസ്റ്റ് ഞാനൊരു ലൈറ്റ് കൈൻഡ് ഓഫ് ഫസ്റ്റ് മേക്കപ്പ് ആയതുകൊണ്ടാണ് ഇതിട്ടത്. ഓക്കെ, സോ ഇനി നമ്മൾ മറന്നുപോയ 2 കാര്യങ്ങളുണ്ട്. എന്താണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ബ്ലഷും ഹൈലൈറ്റർ. സോ അതെത്താൽ അടുത്തത് ബ്ലഷാണ്. ഞാനൊരു കൈൻഡ് ഓഫ് ലൈറ്റ് ഓറഞ്ച് റെഡ് പോലത്തെ ഒരു കളറാണ് ആദ്യം ഇടുന്നത്. സോ നമ്മൾ നേരത്തെ കോൺടോർ ചെയ്തതിൻ്റെ മുകളിൽ സെയിം ആ ഹെയർ ലൈൻ്റെ ഇതിലോട്ടും കൂടിയാണ് ചേർത്തിടുന്നത്. ഇറ്റ്സ് ഫെസ്റ്റീവ് ലുക്ക്. ഫെസ്റ്റീവ് ലുക്കിൽ നമുക്ക് കുറച്ചധികം ബ്ലഷൊക്കെ ആവാം. സോ അതും ഈ പറഞ്ഞ പോലെ. പിന്നെ ഒരുപാട് ബ്ലഷ് ഈ ഒരു നമ്മുടെ ചീക്ക് ബോൺ അങ്ങോട്ട് കൊണ്ടുവരരുത്. ശരിക്കും നമ്മുടെ ഈ ഒരു സൈഡിലാണ് നമ്മൾ ശരിക്കും ബ്ലഷ് ഇട്ട് നമ്മളത് മുകളിലേക്ക് എടുക്കുക. പിന്നെ ലൈറ്ററായിട്ട് ബ്രഷിൻ്റെ ബാക്കിയുള്ളത് എൻ്റെ നോസിൻ്റെ ടിപ്സിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ ബ്ലഷ് ഇസ് ഓവർ. ഇനി ഹൈലൈറ്റർ. ഓക്കെ, ഞാനിവിടെ ഹൈലൈറ്റർ എടുത്തിരിക്കുന്നത് റീസെൻ്റ്ലി മേടിച്ച നമ്മുടെ സൂഡിയോൻ്റെ ഷീക്കി ഷൈൻ എന്ന് പറയുന്നതാണ്. അത്യാവശ്യം എനിക്ക് എന്താ പറയുക, ഒരുപാടങ്ങ് ഹെവി അല്ല, എന്നാൽ ഓക്കെ ആയിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഞാനിന്ന് അത് യൂസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്ററാണ്. കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചെടുത്ത് കൈ കൊണ്ടും വേണമെങ്കിൽ നമുക്കിടാം. ഭക്ഷണമായിട്ടും കൈ കൊണ്ടിടുമ്പോൾ നമ്മൾ എന്താ പറയുക, ഹാർഷ് ലൈൻസ് അവിടെ ഉണ്ടാവില്ല. ആൻഡ് അതും നമ്മൾ ഒരുപാട് താഴോട്ട് ഇങ്ങോട്ട് ഹൈലൈറ്റർ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ പകുതി തൊട്ട് മേലോട്ട് ആൻഡ് ഈ സൈഡിലും നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ. ഇനിയുള്ളത് മൂക്കിൻ്റെ ഈ ഒരു എൻഡ് പോർഷൻ, ഈ ഒരു പോർഷൻ ഓക്കെ, ഇവിടെ സോ ഇതാണ് ഹൈലൈറ്റിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരുമ്പോഴാണ് ശരിക്കും ഹെയറൊക്കെ ചെയ്തിട്ട് ഡ്രസ്സ് മാറി വരുമ്പോൾ ശരിക്കും എൻ്റെ ഒരു ലുക്ക് അറിയാം. നോക്കാം. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്.